കിരീടയുദ്ധം ടാസ്ക് രണ്ടാം ഘട്ടം. അടിയെന്ന് വെച്ചാൽ പൊരിഞ്ഞ അടി. ഇതൊരു ഫിസിക്കൽ ടാസ്ക് അല്ല എന്ന് ബിഗ് ബോസ് ഇന്നലെ എടുത്തു പറഞ്ഞതാണ്. അപ്പോൾ തന്നെ മനസ്സിലായി നല്ല ശരിക്ക് തല്ല് നടക്കുമെന്ന്. ഇന്നലെ എല്ലാവരും കൂടെ അനീഷിനെയാണ് പഞ്ഞിക്കിട്ടത്. അതോടെ അനീഷും ടീമും ഈ ടാസ്കിൽ നിന്ന് ഔട്ടായി. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. എല്ലാവരും മൊത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലി. അതിനിടയ്ക്ക് അക്ബർ രേണുവിൻ്റെ തലയിൽ നിന്നും തൊപ്പിയൂരി കൈ പിടിക്കുന്നു. അത് റോങ് ആണ്. തൊപ്പി തലയിൽ തന്നെ വെക്കണമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിട്ടുള്ളത്. ഇവരുടെ ടാസ്ക് കാണുമ്പോൾ തോന്നുന്നത് പട്ടിക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് ഇറച്ചി കഷ്ണം ഇട്ട് കൊടുക്കുമ്പോൾ എങ്ങനെയാണോ അതുപോലെയാണ് ടാസ്ക് ചെയ്യുന്നത്. എല്ലാ ടാസ്കും അങ്ങനെ തന്നെ, പിടിയും വലിയും ബഹളവും. ഈ ടാസ്ക് ഇവർക്ക് വേറെ രീതിയിൽ ചെയ്യാം. കുറച്ച് രസകരമായി ബുദ്ധിപൂർവ്വം എങ്ങനെ വേറൊരാളുടെ തൊപ്പി തട്ടിയെടുക്കാം. അപ്പോഴാണ് കാണുന്നവർക്കൊരു രസമുണ്ടാവും. അക്ബറും ഷാനവാസും ഒരു ടീമിലാണ്. അന്ന് ഫിസിക്കൽ ചെയ്ത് ഒരു പ്രശ്നമായി. അതുകൊണ്ട് കുഴപ്പമില്ല. എതിർ ടീമെങ്ങാനും ആയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് രണ്ടുപേരും പുറത്തു പോയേനെ. ടാസ്കിൽ കുറച്ച് ഫണ്ണൊക്കെ വേണം, അതാണ് രസം. ഇത് അങ്ങനെയല്ല. ഒരു ഇറച്ചി കഷ്ണം എടുത്ത് പട്ടിക്കൂട്ടത്തിൻ്റെ നടുവിലേക്ക് ഇടുമ്പോൾ എന്താണ് ചെയ്യുക? അതുതന്നെയാണ് ടാസ്കിലും കാണിക്കുന്നത്. എല്ലാത്തിനും ആക്രമണ സ്വഭാവമാണ് ഉള്ളത്.